ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സൂര്യ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത് കാണിച്ചു തരും. അപ്പോൾ ഞാനും അനിയനും കൂടി ഹെൽമെറ്റൊക്കെ ഇട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. കസിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ, ഇൻട്രോ ഒക്കെ എടുത്ത്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ വീടെന്ന് പറഞ്ഞാൽ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒട്ടനവധി സിനിമകൾക്ക് അതായത് ലൊക്കേഷനായ ബ്രിട്ടീഷ് ഫ്രിഡ്ജാണ് കേട്ടോ. അതായത് ആറാട്ട്, അങ്ങനെ കുറേ സിനിമകളുണ്ട്, ജമുന പ്യാരി, അങ്ങനെയുള്ള കുറേ സിനിമകൾക്ക് വേദിയായി, സാക്ഷിയായ അല്ലെങ്കിൽ ലൊക്കേഷനായ ഈ ബ്രിട്ടീഷ് ഫ്രിഡ്ജ്. ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ പാലക്കാട് ഇന്ത്യൻ മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകുമ്പോൾ രണ്ട് സൈഡ്, ഒരു സൈഡ് തോടായിരിക്കും, ഒരു സൈഡ്, അതായത് തോട് മീൻസ് ഒരു കനാലായിരിക്കും, അതിൻ്റെ വേറെ സൈഡ് എന്ന് പറഞ്ഞാൽ പാടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഒരു നായ്ക്കുട്ടീനെല്ലാം കണ്ട് അതുകൊണ്ട് ഇതൊരു നല്ലൊരു വ്യൂ ആണ്. ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വ്യൂ ആണ്. ഈ പാടവും പച്ചപ്പും ഇങ്ങനെയൊക്കെ കാണും. പിന്നെ മഴ, ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് മഴ ചാറ്റലുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട്, വലിയ മഴയില്ല എന്നാലും ചെറുതായിട്ട് ഇതാ പശു മേയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പാലക്കാടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കേട്ടോ, പാടത്തിൻ്റെ നടുവിലൊരു വീട്, എന്തൊക്കെയാണ്. പക്ഷെ അവരെങ്ങനെ ഇരിക്കുമെന്ന് അറിയാം. അവസാനം ഞങ്ങൾ അവിടെ റീച്ചായി. അപ്പോൾ ഇതാ കുട്ടീനെയൊക്കെ എടുത്ത് അവനിങ്ങനെ ഫോണൊക്കെ നോക്കിയിട്ട് ഇതെന്താണ് ഞാൻ പറയണതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഭയങ്കര വികൃതിയായിപ്പോൾ. അപ്പോൾ ഫോൺ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ അവൻ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ക്യാമറ ഓൺ ചെയ്തപ്പോൾ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, അവനെയൊക്കെ കളിപ്പിച്ച്. പിന്നെ വേറൊരു കുട്ടിയുണ്ട്, വാമിക്കുട്ടി, കുറച്ച് മുന്നേ കണ്ടില്ല, ആ കുട്ടീനെ എല്ലാം നോക്കിയിട്ട് അവസാനം ഇരുന്ന് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവൻ വണ്ടിയിൽ നിന്നാണെങ്കിൽ ഇവൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും അവനെ എടുക്കാൻ വേണ്ടി കൈ കാണിക്കുമ്പോൾ ഇവൻ അങ്ങോട്ട് പോകുന്നില്ല, ഗ്ലാസ്സിൽ പിടിച്ചോട്ട് ഇങ്ങനെ ഇരിക്കുക. അവസാനം അവൻ കരഞ്ഞ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാകണ്ട, കരയുകയാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. വേറെ വഴിയില്ല, അവനെ കൊണ്ടുവന്നു പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞാൽ അവളില്ല, അത് പറ്റില്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ എടുത്തു, അവൻ കരഞ്ഞ് അവസാനം ഞാനും അതിനെയും കൂടെ തിരിച്ച് വീട്ടിലേക്ക്